ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ 30,000 രൂപ പ്രോഫിറ്റ് അത് ഞാനൊരു 5-6 ട്രേഡിൽ നിന്ന് എടുത്തതാണ്. അത് എങ്ങനെയാണ് എടുത്തതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി വെച്ചാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനു മുൻപ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു 30,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ട്രേഡിൽ എടുത്തതല്ല, മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുത്തതാണ്. ഞാൻ എന്റെ സ്വന്തം എമൗണ്ട്, എന്റെ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ 30,000 എത്തില്ല. കാരണം ഞാൻ മാക്സിമം ഒരു $100-200 ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. അത് വെച്ച് ഒരിക്കലും ഈ 30,000 കിട്ടണമെന്ന് പറയണത് തന്നെ ലൈക്ക് കൈൻഡ് ഓഫ് ഗ്രീഡിനെസ് ആണ്. നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റലിൽ ഒരു 5% ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ അതിൽ പിന്നെയും ഒരു നമുക്ക് വിശ്വസിക്കാം. മന്ത്ലി ഒരു 5% ഓഫ് അവർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് പിന്നെയും ഈസിലി അച്ചീവബിൾ ആണ്. അതിൽ കൂടുതൽ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ $500 ഇട്ട് $1,000 $2,000 ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ $500 ട്രേഡ് ഇട്ടിട്ട് എനിക്ക് 30,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല എന്നല്ല, ബട്ട് അത് നമ്മൾ കൂടുതൽ നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോയി വിടുക. അതിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം ഈ ഒരു ക്യാപിറ്റലിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ലൈക്ക് ഈവൻ ഇപ്പം നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസോ അല്ലെങ്കിൽ SMC ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നല്ല, ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ ഏതൊക്കെ ട്രേഡാണ് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളതും എന്റെ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇനി പ്രൈസ് ആക്ഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മാർട്ട് മണിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഫുൾ പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ, സ്മാർട്ട് മണി, SMC എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അതിന്റെ ഒപ്പം ഈ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ അത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പം അത് നിങ്ങളുടെ കയ്യിലേക്ക്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകും. അതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്യാപിറ്റലിന് ഇത്ര ശതമാനമാണെന്ന് പറയും. മാക്സിമം എനിക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ പറഞ്ഞ് $200-300 ഒക്കെ ഉണ്ടാവാറുള്ളൂ. അത് ഇപ്പോഴില്ല. ബട്ട് ഞാൻ ഇങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ യൂസ് ചെയ്തതാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ, ഷോർട്സിലും ഒരു വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ടഡ് അക്കൗണ്ട്സിനെ പറ്റി. കുറച്ച് പേർക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പം എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, $5,000 അല്ലെങ്കിൽ $10,000 എന്നൊക്കെ പറയും. 10,000 $100K വരെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ എനിക്ക് വളരെ ചെറിയൊരു ഇതാണ് കിട്ടിയത്. എനിക്ക് ഇതിനും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ബട്ട് ഞാൻ അവിടെ ഗ്രീഡിനെസ് ഇല്ലാണ്ട് ഈ പറഞ്ഞ സ്ട്രാറ്റജി, ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് നോക്കാൻ വേണ്ടി മാത്രം ചെറിയ ട്രേഡിൽ ചെറിയ പൊസിഷൻസ് എടുത്ത് മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 30,000 കിട്ടിയത്. ഇതേ പൊസിഷൻ ഞാൻ വലിയൊരു എമൗണ്ട് ഇട്ടിരുന്നെങ്കിൽ, എന്റെ കയ്യിൽ ക്യാപിറ്റലിന്റെ വലിയൊരു എമൗണ്ട് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇതിന് നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പൊ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തു. ഞാൻ ആദ്യം തന്നെ വെറുതെ പറയല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് ബിറ്റ് ഫണ്ടഡിന്റെ സംഭവം ഉണ്ടോ, കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാം എന്റെ ലാസ്റ്റ് ട്രേഡിൽ 343, 181, 38, 84, 83 എന്നൊക്കെ. ഇത് 100K വെച്ച് ചെയ്യുന്ന ക്യാപിറ്റലാണ്. എന്റെ പെർസെന്റേജ് നോക്കിയാൽ 1%, 0.84%, 0.15% ഒക്കെയാണ് ഞാൻ ട്രേഡിൽ ബുക്ക് ചെയ്തേക്കുന്നത്. സോ വളരെ ചെറിയൊരു മാർജിൻ മാത്രമാണ്. കാരണം എന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ്. അത് വർക്ക് ആവുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നത്. എനിക്ക് മൊത്തം പറയണമെങ്കിൽ ഒരു 2.5-3% എന്റെ മൊത്തം ക്യാപിറ്റലിൽ ഈ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള 30,000 എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഇങ്ങനെ വലിയൊരു എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. യൂഷ്വലി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് $79 കൊടുത്തിട്ട്, നമുക്കറിയാം $79, $80 നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ $80 നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും. ഈ $80 വെച്ച് നിങ്ങൾ ഒരിക്കലും എനിക്ക് $800 വേണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അത് ഭയങ്കര നമ്മൾ $80 പോവുള്ളൂ. ഈ $79 വെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് ഈ ചാലഞ്ചസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ക്രിപ്റ്റോന് മാത്രമായിട്ടുള്ളതാണ് ഈ ബിറ്റ് ഫണ്ടഡ് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് ഫോറക്സിന് വേണ്ടി പല ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. ഇത്ര പൈസ ഇല്ല. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 0.1, 0. അങ്ങനെ ലോട്ട് സൈസിൽ കുറച്ച് കൺഫ്യൂഷൻസ് വരും. ഇത് അങ്ങനെയല്ല. പക്ക നമ്മളിപ്പോൾ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചസ് ആയിട്ട് ബൈനാൻസ് പോലുള്ള ഇതിലൊക്കെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ആണ്, അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കാണുന്നത്. എല്ലാം ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിന്റെ ഡീറ്റെയിൽസ്, പാക്കേജസിനെ കുറിച്ച് മാത്രം ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. നമുക്കറിയാം പല പാക്കേജസ് ഉണ്ട്. ബേസ് 5,000 നിന്ന് തുടങ്ങിയിട്ട് 1,00,000 വരെയുള്ള സംഭവങ്ങളുണ്ട്. ഈ 5,000 നമ്മൾ കൊടുക്കേണ്ടത് 79 എക്സ്പേർട്ട് പോപ്പുലറിന് കൊടുക്കുന്ന 799. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് 799 എടുക്കാൻ പറയില്ല. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 5,000-ന്റെയോ അല്ലെങ്കിൽ 10,000-ന്റെയോ ട്രൈ ചെയ്യുക. 10,000 നിങ്ങൾക്ക് $100 കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ $100 ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം $100 വെച്ചിട്ട് നമുക്ക് ആകെ എടുക്കേണ്ടത് എന്ന് പറയുന്നത്, നമുക്ക് $100 നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന $100 ആണ്. പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്ന ക്യാപിറ്റൽ, നമുക്ക് റിട്ടേൺ എന്ന് പറയുന്നത് ഒറ്റ ട്രേഡിൽ ചിലപ്പോൾ $20, $30 ഒക്കെ കിട്ടും. സോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ബിക്കോസ് നമ്മുടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള $100 ആണ്. ആ $100 വെച്ച് നമ്മൾ ഇത്ര % റിട്ടേൺ എടുക്കുന്നു എന്ന് പറയുമ്പോൾ വിൽ ഗെറ്റ് സം സാറ്റിസ്ഫാക്ഷൻ. അതൊരു മെയിൻ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഗ്രീഡിനെസ് അവിടെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. കാരണം നമുക്കിപ്പം $100 വെച്ച് നിങ്ങൾ ഒരു $10 കിട്ടുന്നില്ലേ, പോരാ, കുറച്ചും കൂടി വേണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. എന്നാൽ ഒരു $100 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ 10,000-ന്റെ എടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു $80 നിങ്ങൾ 5,000-ന് കിട്ടിയെന്ന് വിചാരിക്കുക.
അവിടെ നിങ്ങൾക്ക് ഒരു $100 കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ $80 എടുത്തു, $80 എനിക്ക് കിട്ടി, സോ എനിക്ക് ഈ ട്രേഡിൽ എക്സിറ്റ് ആയി ഭയങ്കര റിട്ടേൺ കിട്ടിയെന്നുള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മുടെ മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ $79 സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും ഈ $5000 ക്യാപിറ്റൽ ഉണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ഏതൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം അതിന്റെ സ്റ്റോപ്പ് ലോസ് ആക്കിയിട്ട് $79 തന്നെ വെക്കുക. അത് നല്ലതായിരിക്കും. അതിൽ കൂടുതൽ നഷ്ടം വന്നാൽ നിങ്ങൾ എക്സിറ്റ് ആവണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ $100 ആണ് ട്രേഡ് ചെയ്യുന്നത്, $100 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ ലോസ് ആക്കി വെക്കേണ്ടിയില്ല. അത് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടതാണ്. അത് മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ എടുത്തിട്ടുള്ള ട്രേഡിങ്ങിന്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നതെല്ലാം വളരെ ചെറിയ 1:1, 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട്. ഇതൊക്കെ 1:3, 1:4 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SMC ഒക്കെ വെച്ച് 1:5 ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ്. ബട്ട് ഞാൻ അതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഇനിയിപ്പം ജസ്റ്റ് വലിച്ചിട്ടാണ്ട് ഈ ഇതിന്റെ ഡീറ്റെയിൽസ് മാത്രം പറയാം. 5000 വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ $79 എടുക്കുകയാണെങ്കിൽ 5000 അക്കൗണ്ട് കിട്ടും. ഈ 5000 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോ അക്കൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ട്രേഡിംഗ് കപ്പാസിറ്റി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ തരുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 5000 ആദ്യത്തെ സ്റ്റേജ്, 2 സ്റ്റേജ് ഉണ്ട്. 2 സ്റ്റേജ് കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റേജിലാണ് നമുക്ക് റിയൽ മണി കിട്ടുന്നുണ്ടാവുള്ളൂ. ഈ റിയൽ മണിയിൽ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ 80% നിങ്ങൾക്കും 20% ഇവർക്കും കൊടുക്കേണ്ടതുണ്ട്. അത് ഗോയിങ് ഫോർവേഡ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് മേ ബി 90% നിങ്ങൾക്ക് ആക്കുന്ന പോലെ ആക്കാം. നമ്മൾ നല്ല ട്രേഡർ ആണെന്ന് തെളിയാണെങ്കിൽ മേ ബി ഇവർ നമ്മളെ ഓക്കെ എന്ന് പറയും ചിലപ്പോൾ. അത് നമുക്ക് പിന്നീട് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു 3rd സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ടാർഗറ്റ് 8%. അത് 5000ന്റെ 8% നിങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾ സ്റ്റേജ് 1 ക്ലിയർ ആയി. ഈ 8% എന്ന് പറയുമ്പോൾ ഏകദേശം $400 ആണ്. അതായത് $5000 അക്കൗണ്ടിൽ നിങ്ങൾ $400 എടുത്താൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് പാസ്സായി. അതുപോലെ തന്നെ മാക്സിമം നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ 10% വരുത്താൻ പാടുള്ളൂ. അതായത് $5000 അക്കൗണ്ടിൽ മാക്സിമം നിങ്ങൾ $500 നഷ്ടമേ വരുത്താൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നഷ്ടം വന്നാൽ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള $89 പോകും. അത് $500 എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. $79 കൊടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സാധാ ലിവറേജ് ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $79 വന്നാൽ തന്നെ നമ്മൾ എക്സിറ്റ് ആവും, പ്രോഫിറ്റ് നമ്മൾ ലിക്വിഡേറ്റ് ആവും. പക്ഷെ ഇവിടെ $79 വെച്ച് നമുക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറയുന്നത് 500 ആണ്. അതായത് 500 വരെ നമുക്ക് ലോസ് മാക്സിമം കൊണ്ടുവരാം. അപ്പം അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം അതാ ഞാൻ പറഞ്ഞു $79 മാക്സിമം നിങ്ങൾ ഒരു ഓർഡറിൽ ലോസ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലോസ് ആക്കിയിട്ട് $79 എന്ന രീതിയിൽ വെക്കണം. അതിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഒരിക്കലും വെക്കരുത്. പിന്നെ ഇതിന്റെ വേറൊരു കാച്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡെയിലി ലോസ് 5% പാടുള്ളൂ. അതും നമുക്ക് നല്ലതാണ്. മാക്സിമം ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഡെയിലി കണക്കാക്കുന്നത് വൈകുന്നേരം 11:30 മുതൽ നെക്സ്റ്റ് ഡേ രാത്രി 11:30 വരെയാണ്. സോ ഇതാണിത് UAE-യിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്, UAE-യിലുള്ള ഒരു പ്രോപ്പ് ഫേം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം നഷ്ടം വരുത്താൻ പാടുന്നത് $250 ആണ്. മേ ബി മൾട്ടിപ്പിൾ പൊസിഷൻസ് നമ്മൾ എൻ്റർ എടുക്കുമ്പോൾ ചിലപ്പോൾ 1-2 പൊസിഷൻ നല്ല പ്രോഫിറ്റിൽ പോകും, ചിലപ്പോൾ 1-2 നഷ്ടത്തിൽ വരും. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടം 250 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചലഞ്ചിൽ നിന്ന് ഫെയിൽ ആവും, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഔട്ട് ആവും. അപ്പൊ നിങ്ങൾ $250 എന്നുള്ളത് മൈൻഡ് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതും ഇവിടെ ഈ പറഞ്ഞ സംഭവം, നിങ്ങൾ $79 ലോസ് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ മാക്സിമം $79 ലോസ് ഉണ്ടാക്കാൻ പാടുന്നുള്ള മൈൻഡ് സെറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന $79 ആണ്, അതേ നിങ്ങൾക്ക് നഷ്ടം വരാൻ പാടും എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാക്സിമം ഡെയിലി ലോസിന്റെ ഫാക്ടർ നമുക്ക് ബാധകമാവില്ല. ഒരു ദിവസം ലോസ് ആണെങ്കിൽ അടുത്ത ദിവസം പ്രോഫിറ്റ് വന്നാൽ നമുക്ക് ഇതേ പറഞ്ഞ പരിപാടി ഈസി ആയിട്ട് കിട്ടും. 1:2 ആണെങ്കിൽ തന്നെ $80 എടുത്ത് $160 പ്രോഫിറ്റ് ആയി. സോ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 ഫാക്ടറാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ക്രിപ്റ്റോ ആണ്, വോളറ്റൈൽ ആണ്, 8% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒറ്റ ട്രേഡിൽ തന്നെ നമുക്ക് 8% പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ആ 8% പ്രോഫിറ്റ് ഇന്നൊരു $400, ഇപ്പൊ $5000 ഇട്ടു, ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തു, അതിൽ $400 എനിക്ക് കിട്ടി. നെക്സ്റ്റ് ഡേ എനിക്ക് നെക്സ്റ്റ് സ്റ്റേജ് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അവരൊരു മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 5 ദിവസമാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ 5 ദിവസത്തിനുള്ളിൽ എന്നല്ല, നിങ്ങൾക്ക് ഒരു മാസമോ ഒരാഴ്ചയോ ഒരു വർഷമോ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ നിങ്ങൾ മിനിമം ഒരു 5 ദിവസമെങ്കിലും ട്രേഡ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഫസ്റ്റ് ട്രേഡിൽ തന്നെ നിങ്ങൾ $400 പ്രോഫിറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ, അതായത് ബാക്കി 4 ദിവസം റിമൈനിങ് ആണ്. ഈ 4 ദിവസം നിങ്ങൾ ജസ്റ്റ് പൊസിഷൻ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ചെയ്താലും നിങ്ങൾക്ക് ആ $400 മൊത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പാസ് ആവുന്നതായിരിക്കും. അപ്പൊ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ $5 ആണ്. ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 5 ദിവസം കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ എത്ര സമയം വേണം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് മൂഡ് ഉള്ളപ്പോൾ ഒന്ന് ട്രേഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇവർ മാക്സിമം ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രിപ്റ്റോ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ 1:5 ആണ് ഇവർ ലിവറേജ് തരുന്നത് ഉണ്ടാവുക. ഇതിപ്പോൾ സ്റ്റേജ് 1ന്റെ ഫാക്ടർ ആണ്. സ്റ്റേജ് 2ലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ സെയിം ആണ്. കുറച്ച് ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് എടുക്കേണ്ടത് കുറവാണ്. കാരണം ഫസ്റ്റത്തേൽ നമുക്ക് $400 എടുക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് $250 എടുത്താൽ മതി പ്രോഫിറ്റിന്. അതുപോലത്തെ ലോസ് സെയിം ആണ്. മാക്സിമം ഡെയിലി ലോസ് 250 തന്നെയാണ്. പക്ഷെ മാക്സിമം ലോസ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ $500 ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ $400 മാക്സിമം ലോസ് പാടുള്ളൂ എന്നാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതേ സാധനം നിങ്ങൾക്ക് റിയൽ മണി കിട്ടിയാലും നിങ്ങൾ പാലിക്കേണ്ടത് പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല, പക്ഷേ മാക്സിമം ഡെയിലി ലോസ് 250 പാടുള്ളൂ, മാക്സിമം ലോസ് 8%. അതായത് $400 നിങ്ങൾക്ക് ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. ബാക്കി ട്രേഡിംഗ് ഡേയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല.
സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ താഴെ തന്നെ കമന്റ് ചെയ്ത് ഞാൻ മാക്സിമം ക്ലാരിഫൈ ചെയ്ത് തരാം. സോ ഇതാണ് സംഭവം. ഇനി ഇതിന്റെ പ്ലാറ്റ്ഫോംസ് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ സാധാരണ ബൈനാൻസിനൊക്കെ വെബിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. കറന്റ് ഇതിന്റെ മൊബൈൽ ആപ്പ് അവൈലബിൾ അല്ല, നമുക്ക് ബ്രൗസറിനകത്ത് കയറിയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്, മീൻസ് ബ്രൗസ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള 1 lakh ക്രൗഡിന്റെ ഇതിന്റെ ഡാഷ്ബോർഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഇവിടെ 30,000 ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, കണ്ടോ? 10,000 അക്കൗണ്ട് 30,000 എനിക്ക് $371 പ്രോഫിറ്റ് ആണ്. ഇനി നമ്മളുടെ മെയിൻ വീഡിയോയിലേക്ക് വരാം. ഈ $371 ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ഏതാന്നുള്ളതാണ് പറയുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ക്രിപ്റ്റോയിൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഒരു ഇൻഡിക്കേറ്റർ 2 വട്ടം യൂസ് ചെയ്തു. ഒന്ന് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്ററിൽ പോയിട്ട് EMA നടിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് വേണമെന്നില്ല, നമ്മൾ ട്രേഡിംഗ് വ്യൂവിനെ തന്നെ പോകട്ടെ. ഞാൻ ട്രേഡിംഗ് വ്യൂവിനെ തന്നെ കാണിക്കാം. ഇപ്പം ട്രേഡിംഗ് വ്യൂവിലാകുമ്പോൾ നമുക്ക് മാക്സിമം ഫ്രീ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ വേർഷൻ നമുക്ക് പെയ്ഡ് അല്ലാത്ത വേർഷൻ ആണെങ്കിൽ നമുക്ക് 2 മൂവിംഗ് ആവറേജസ് 2 ഇൻഡിക്കേറ്റേഴ്സ് ഒരേ സമയത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ 3 ഇൻഡിക്കേറ്റേഴ്സ് വേണം. അതിൽ 2 എണ്ണം സെയിം ആണെങ്കിൽ പോലും നമുക്ക് മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഇൻഡിക്കേറ്റർ സെഷനിൽ പോയിട്ട് ഈ 6 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 2 SMA എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ചലോൾ എന്ന് പറഞ്ഞ 1.9K എന്ന് പറഞ്ഞ സാധനം, നിങ്ങൾ ഇതിനകത്ത് പോയിട്ട് ഇത് സെർച്ച് ചെയ്യാം. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് 5-6 മൂവിംഗ് ആവറേജസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ വേണ്ടത് 2 മൂവിംഗ് ആവറേജ് ആണ്, EMA 9ഉം EMA 21. അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാം ഡിസേബിൾ ചെയ്യുക. ഇവിടെ പോയിട്ട് EMA 1 EMA 2 എന്ന് സെറ്റ് ചെയ്യാം, ബാക്കി എല്ലാം ഡിസേബിൾ ചെയ്യുക, 9, 21 വെക്കുക. അപ്പം നമുക്ക് എന്തായി 2 EMAക്ക് പകരം ഒറ്റ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുള്ളൂ, നമുക്ക് 2 EMA കിട്ടും ചെയ്തു. അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ പ്രീമിയം വേർഷൻ ട്രേഡിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രീമിയം ആണെങ്കിൽ നിങ്ങൾക്ക് 2 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഇവിടെ ചെന്നിട്ട് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ, ഇത് 2 വട്ടം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് RSIയുടെ കൂടി ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 3 എണ്ണം അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ 6 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് പറഞ്ഞത്. അതെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഈ 2, 9, 21 എന്ന് പറഞ്ഞ 2 ഇൻഡിക്കേറ്റേഴ്സ് എനേബിൾ ചെയ്യുന്നുണ്ട്. അതവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഭവം അത് നമ്മൾ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇവിടെ നിങ്ങൾ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതില്ല. ഞാനിപ്പം 5 മിനിറ്റിൽ പോയി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്തുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്രോഫിറ്റ് എടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഓക്കെ, ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ട്രേഡിംഗ് വ്യൂവിനകത്താണെങ്കിൽ ഈ പറഞ്ഞ ഈ മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ RSIയുമാണ്. ഇപ്പം ബിറ്റ് ഫണ്ടറിന്റെ ഈ പ്ലാറ്റ്ഫോമിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ 6 ഒന്നും വേണ്ട, 2 മൂവിംഗ് ആവറേജ് ഈസി ആയിട്ട് എനേബിൾ ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് RSI കൂടെ ആഡ് ചെയ്യാം. RSI ആഡ് ചെയ്യണമെങ്കിൽ RSI എന്ന് അടിച്ചു കൊടുത്താൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും കൂടി കിട്ടും. ഇവിടെ നമുക്ക് അങ്ങനെ ലിമിറ്റ് ഒന്നും ഇല്ല, ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ ലിമിറ്റ് ഉള്ളൂ. അപ്പം ഈ സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 5 മിനിറ്റിന്റെ ട്രേഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്റെ പ്രോഫിറ്റ്. ഞാൻ ഇവിടെ എൻട്രി എടുത്തു, ഇവിടെ ടാർഗറ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്തു. 1:2 എന്റെ ടാർഗറ്റ് റേഷ്യോ നോക്കിയാണ് 1:2 ആണ് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. ഇത് 1:2 ആണ്. അപ്പൊ ഇതെല്ലാം 1:2 ഞാൻ കളിക്കുന്നത്. ചിലതെല്ലാം 1:1 വരെ പോയിട്ടുണ്ട്. അത് എത്തീരത്തിനാണോ എന്ന് അറിയില്ല. ഏതോ ഒന്നിന് 1:1 LTC ട്രേഡ് ചെയ്തപ്പോൾ അതിന് 1:1 കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. വീഡിയോ ലോങ് ആയെങ്കിൽ സോറി. അത്ര ബുദ്ധിമുട്ടുള്ള സ്ട്രാറ്റജി അല്ല, വളരെ എളുപ്പമുള്ള സാധനമാണ്. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 EMAയും എനേബിൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9ഉം 21 എന്നുള്ള EMA എനേബിൾ ചെയ്യുക. ഇവിടെ 9 എന്നുള്ളത് വൈറ്റ് ആണ്, 21 എന്നുള്ളത് യെല്ലോ ആണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കളറ് 9ഉം ലൈക്ക് വൈറ്റ്, ഇവിടെ യെല്ലോ ഇവിടെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ എന്ന് പറയാം. അതിനുശേഷം നമ്മളിവിടെ RSI എനേബിൾ ചെയ്യുക. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഓവർ ആണ്. EMA ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ എൻട്രി എടുത്ത കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് വെച്ച് മനസ്സിലാക്കി തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ ഞാൻ ക്ലോസ് ചെയ്യണേ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതൊക്കെ ഈ വൈറ്റ് എന്ന് പറഞ്ഞ താഴത്ത് കൂടെ പോയേക്കാണ്. ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് എത്തിയപ്പം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വലിയ രീതിയിൽ പോവുകയും ചെയ്തു. ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ 9 ആണ് മൂവിങ് ആവറേജ്. ഈ വൈറ്റ് EMA ഈ മഞ്ഞ EMA ക്രോസ് ചെയ്തു. ഈ ക്രോസും ചെയ്ത് ഇവിടെ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിലും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കിട്ടിയ സമയത്ത് നമ്മൾ അടുത്തൊരു ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ട്രെൻഡ് മാറുകയാണ്, അപ്പിലേക്ക് പോവാണെന്നാണ് അർത്ഥം. അടുത്തൊരു സംഭവം നമ്മൾ നോക്കേണ്ടത് ഈ RSIയുടെ ഫാക്ടറാണ്. ഈ RSIയിൽ ഇവിടെ മാക്സിമം ഈ ഒരു ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഓവർ ബോട്ടാണ്. ഒരുപാട് പേര് വാങ്ങിയതും ഇത് ഒരുപാട് പേര് വിറ്റനും. ഇതിന്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഇതിന്റെ മേലേക്ക് 70 കണ്ടില്ല, ഇതിന്റെ മേലേക്ക് പോവുകയാണെങ്കിൽ ഓവർ ബോട്ട് സോണും അതുപോലെ തന്നെ 30ന്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഓവർ സോൾഡ് സോണുമാണ്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്രോസ് ഓവർ സംഭവിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഈ RSIയുടെ ചാർട്ട് ഈ 50ക്ക് മേലെയാണോ നോക്കുക. കാരണം നമ്മൾ ഇവിടെ ബൈ ആണ് ചെയ്യാൻ പോകുന്നത്. ബൈ ചെയ്യാൻ പോണ സമയത്ത് RSIയുടെ മേലേക്കണം, അപ്പായിരിക്കണം, മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ RSI 50യുടെ മേലെയാണ് RSI നിന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ 9 എന്നുള്ളത് 21നെ ക്രോസ് ഓവർ ചെയ്ത് പോയിട്ടുണ്ടോ, അതൊരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയാണോ പോയത് നോക്കുക. പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ
ഈ പറഞ്ഞ പൊസിഷൻ ഓപ്പൺ ചെയ്യാം. ഈ ഒരു എവിടെയാണോ ക്ലോസ് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്യണു. അതിനുശേഷം നിങ്ങൾ ഇതിന്റെ താഴെ നമ്മൾ ടാർഗറ്റ് സോണും സെറ്റ് ഒക്കെ വെച്ചതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. 1:2 ഉള്ളത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് എന്റെ മാക്സിമം ലോസ് വെച്ചേക്കുന്നത്. ഈ ഒരു ക്യാൻഡലിന്റെ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. നമ്മൾ SMC പഠിച്ച പോലെ FVG എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ക്യാൻഡലും ഈ ഒരു ക്യാൻഡലും ആണ്. അപ്പൊ ഇതിന്റെ താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. പ്ലസ് ഈ ഒരു 1:2 എന്ന് വെച്ചപ്പോൾ എനിക്ക് ഈസി ആയിട്ട് 1:2 ടാർഗറ്റ് അച്ചീവ് ആയി. സോ ഇതാണ് സിമ്പിൾ. ഇനിയിപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഡൗൺ ട്രെൻഡിന്റെ ഏതെങ്കിലും എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ടോ നോക്കട്ടെ. നേരെ തിരിച്ചാവും. ഈ വൈറ്റ് എന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നോ എന്നറിയില്ല. എത്തീരത്തിനകത്ത് ഏതിനകത്ത് എടുത്തിരുന്നു. ഇതേ സംഭവം തന്നെയാണ്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റിന്റെ ക്രോസ് ഓവർ താഴത്തേക്ക് വരണം. കാരണം ഇപ്പം മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് പെട്ടെന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ യെസ്, ഇവിടെ എത്തീരത്തിൽ ഞാൻ ഷോർട്ട് ചെയ്തൊരു പൊസിഷൻ കാണിച്ചു തരാം. ഇതേ സംഭവം തന്നെ ഇവിടെ RSI കൂടി ആവശ്യമുണ്ട്. RSI റിലേറ്റീവ് സ്ട്രെങ്ത് കൂടി ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഞാൻ സ്പീഡായി പോവുകയാണെങ്കിൽ സോറി, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലെവലിൽ ഉണ്ട്. ഇതിന്റെ വൈറ്റ് EMA, അതായത് 9 എന്നുള്ള EMA മേലെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെർട്ടിക്കുലർ ഈ ഒരു പ്രൈസ് എത്തിയാവും ഇത് ക്രോസ് ഓവർ ചെയ്തു. ക്രോസ് ഓവർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു വൈറ്റിന്റെ ക്യാൻഡിൽ, ഈ കാണുന്ന വൈറ്റ് ലൈൻ ഇത് ക്രോസ് ഓവർ ചെയ്ത് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ആ സമയത്ത് ഞാൻ RSI നോക്കിയപ്പോൾ നമുക്ക് 50ക്ക് താഴെയാണ്, വിച്ച് മീൻസ് ട്രെൻഡ് താഴെയാണെന്ന് മനസ്സിലായി. നമുക്ക് ഇവിടെ ക്രോസ് ഓവർ വന്നു, പ്ലസ് ഒരു ബിയറിഷ് ക്യാൻഡിലിന്റെ കൺഫർമേഷനും നമുക്ക് കിട്ടി. സോ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാം, ഇത് കണ്ടോ, ഇതൊരു സ്റ്റോപ്പ്, ഇതൊരു സോൺ ആയിട്ട് സോറി ഓക്കെ, ഇതൊരു സോൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട്. സോ ഞാൻ ഇവിടെ എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് മേലേക്ക് വെച്ചു, താഴത്തേക്ക് വന്നു. കാരണം എനിക്ക് 1:2 ഇത് റിസ്ക് റിവാർഡ് 1:3 ആണ്. ഇത്രയ്ക്കൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടി വലുതാക്കി എത്ര വരെ പോയി നോക്കാൻ വേണ്ടിയാണ്. സോ 1:2 ഈസി ആയിട്ട് 1:2 എന്നുള്ള പ്രോഫിറ്റ് എനിക്ക് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ഒരു ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഒരു 9ന്റെ ക്രോസ്, 9 ഒരു EMA ഉണ്ട്, 9 EMA ആണ് എക്സ്പോണൻഷ്യൽ. 9ന്റെ EMA പോണു, അതുപോലെ ഒരു 21ന്റെ EMA പോണു വിചാരിക്കുക. ഈ 9ന്റെ EMA ഇപ്പൊ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ RSI 50യുടെ മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ബൈ എടുക്കും. ഇനിയിപ്പോൾ താഴത്തേക്ക് പോകണം, ഇങ്ങനെ 9 താഴത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കണം, 21 താഴത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കണം. 9 വന്നിട്ട് EMA താഴത്തോട്ട് പോയി 21നെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്തത്. RSI എന്ന് പറയുന്നത് 50ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു എൻട്രി എടുക്കും. അത് 1:2 എന്നുള്ള റിസ്ക് റിവാർഡാണ്. അപ്പം ഈ 1:2 റിസ്ക് റിവാർഡിൽ നമ്മുടെ ഈ 100, 200 ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ Bitfunded പോലുള്ള ട്രേഡിംഗ് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചോ ഈ സ്ട്രാറ്റജിയെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ടെലിഗ്രാമിൽ വന്ന് ചോദിച്ചാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാനിപ്പോൾ ഈ ട്രേഡ് ചെയ്തിട്ടുള്ള മാക്സിമം ട്രേഡ് ചെയ്തിട്ടുള്ള ഈ സ്ട്രാറ്റജീസും ഫുള്ളും ഈ പറഞ്ഞ എല്ലാ ട്രേഡിംഗ് എടുത്തതും ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇതല്ലാണ്ട് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേറൊരു ഇൻഡിക്കേറ്റർ ചെയ്യാം. ഒരിക്കലും ഇൻഡിക്കേറ്ററിനെ മൊത്തം വിശ്വസിക്കണം എന്നല്ല പറയാം, ബട്ട് ഡെഫിനറ്റ്ലി ദീസ് ഇൻഡിക്കേറ്റേഴ്സ് കമ്പൈൻ വിത്ത് പ്രൈസ് ആക്ഷൻ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ SMC ഏത് കോൺസെപ്റ്റ് ആണെങ്കിലും അതിന്റെ കൂടെ ഇൻഡിക്കേറ്റേഴ്സ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. സ്പീഡ് കൂടെങ്കിൽ സോറി, എന്തെങ്കിലും കമന്റോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.